BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എന്റെ മകൻ സുരക്ഷിതനായി തിരിച്ചെത്തി. എല്ലാവർക്കും നന്ദി. വികാരാധീനയായി ശുഭാംശുവിന്റെ അമ്മ. എന്റെ മകൻ സുരക്ഷിതമായി തിരിച്ചെത്തി. ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ തിരിച്ചെത്തിയിരിക്കുന്നത്. ദൈവത്തിനും നിങ്ങൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. 18 ദിവസം നീണ്ട ആക്സിയം 4 ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരിച്ചെത്തിയതിന് പിന്നാലെ അമ്മ ആശാ ശുക്ലയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ശുഭാംശു ഉൾപ്പെട്ട സംഘത്തെ വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ പേടകം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് വിജയകരമായി ഭൂമിയിൽ തിരിച്ചിറങ്ങിയത്. സന്തോഷം പ്രകടിപ്പിക്കുവാൻ വാക്കുകൾ കിട്ടുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ശുഭാംശുവിനെ അഭിനന്ദിച്ചു. ഞങ്ങൾക്ക് അഭിമാനം നൽകുന്നതാണത്. ആദ്യമൊക്കെ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ സന്തോഷത്തിന് അതിരില്ല. വരും തലമുറ ശുഭാംശുവിൽ നിന്നും ആവേശം ഉൾക്കൊള്ളും. അവർ ഈ രംഗത്ത് ഇനിയും മുന്നേറുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കവെ ശുഭാംശുവിന്റെ അമ്മ ആശാ ശുക്ല പറഞ്ഞു. സ്കൂൾ സമയമാറ്റം തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല. അനുകൂല നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമസ്ത. കോഴിക്കോട് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നടത്തുന്ന ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സമസ്ത. നിലപാട് മാറ്റില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടെങ്കിൽ സമസ്തയും നിലപാട് മാറ്റില്ലെന്ന് കോഴിക്കോട് ചേർന്ന സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത യോഗത്തിന് ശേഷം സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയും ഏകോപന സമിതി കൺവീനറുമായ MT അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. മതം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. മതവും വിദ്യാഭ്യാസവും മാറ്റി നിർത്തുവാൻ ആകില്ല. ഞങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങൾ പിന്നോട്ടില്ല. അക്കാര്യം മന്ത്രിയുമായി ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തും. 2 ബോധ്യപ്പെടുത്തലുകൾ ഒരുമിച്ച് കൂടിയാൽ മൂന്നാമതൊരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും സർക്കാർ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. വാക്ക് പാലിക്കുവാൻ കഴിയാത്തവൻ തുടരാൻ പാടില്ല. ഉപതെരഞ്ഞെടുപ്പ് എന്ന ദുരന്തമുണ്ടാകാതിരിക്കുവാനാണ് രാജി നീണ്ടത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുവാൻ കഴിയാത്തതിന്റെ നിരാശയിൽ CPM പ്രാദേശിക നേതാവ് നെടുമങ്ങാട് നഗരസഭയിലെ കൌൺസിലർ സ്ഥാനം രാജിവെച്ചു. കൊപ്പം വാർഡ് കൌൺസിലർ P രാജീവാണ് നഗരസഭാ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത്. LDFനാണ് നെടുമങ്ങാട് നഗരസഭാ ഭരണം. CPMുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സ്ഥാനം ഒഴിഞ്ഞതെന്നും സൂചനയുണ്ട്. ശബ്ദത്തേക്കാൾ 8 ഇരട്ടി വേഗം, 1500 കിലോമീറ്റർ പ്രഹരശേഷി. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയമെന്ന് റിപ്പോർട്ട്. ശബ്ദത്തേക്കാൾ 8 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിവുള്ളതും 1500 കിലോമീറ്റർ പ്രഹരശേഷിയുള്ളതുമായ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ പരീക്ഷിച്ച് വിജയിച്ചതായി റിപ്പോർട്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രൊജക്ട് വിഷ്ണുവിന് കീഴിൽ വികസിപ്പിച്ച എക്സ്റ്റൻഡഡ് ട്രാജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽ ആണ് പരീക്ഷിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളേക്കാൾ ശേഷിയുള്ളതാണ് പുതിയ ക്രൂസ് മിസൈലുകൾ എന്നാണ് വിവരം. ഇറാൻ ഇസ്രയേൽ സംഘർഷം വഷളമാകുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം എന്നീ സാഹചര്യങ്ങൾ നിലനിൽക്കവെയാണ് ഇന്ത്യൻ പ്രതിരോധ നിരയിലേക്ക് മറ്റൊരു അത്യാധുനിക ആയുധം കൂടി പ്രവർത്തന സജ്ജമായത്. പാകിസ്ഥാനുമായി തുർക്കി സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് പിന്നാലെ പ്രതിരോധ രംഗം ആധുനീകരിക്കുവാൻ ഇന്ത്യ ശ്രമം തുടരുകയാണ്. ബ്രഹ്മോസ്, അഗ്നി 5 ആകാശ് മിസൈൽ സംവിധാനങ്ങളുടെ പരിഷ്കരണവും ഇതിൽ ഉൾപ്പെടുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ വിപഞ്ചിക്കയുടെ മകളുടെ സംസ്കാരം മാറ്റിവച്ചു. ഷാർജ ഭർത്തൃപീഡനത്തെ തുടർന്ന് 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി കൊല്ലം സ്വദേശിനി വിപഞ്ചിക ജീവനൊടുക്കിയ സംഭവത്തിൽ കുഞ്ഞിന്റെ സംസ്കാരം നടത്തുന്നത് മാറ്റിവച്ചു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷാർജയിൽ കുഞ്ഞിന്റെ സംസ്കാരം നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും സംസ്കാരം ഷാർജയിൽ നടത്തരുതെന്നും ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും വിപഞ്ചിക്കയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ജനിച്ച മണ്ണിൽ മക്കളെ സംസ്കരിക്കണം എന്നാണ് വിപഞ്ചികയുടെ അമ്മ ശൈലജ പറഞ്ഞത്. വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിന്റെ വീട്ടിൽ സംസ്കരിച്ചാലും വിഷമമില്ലെന്നും ഷാർജയിൽ സംസ്കരിക്കണമെന്ന് നിതീഷ് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ശൈലജ പറഞ്ഞു. വിംബിൾഡൺ ഫൈനലിൽ കാണിയായി ഇന്ദ്രജിത്ത്. ഒപ്പം സൈനിക് സ്കൂളിലെ കൂട്ടുകാരും.
വിംബിൾഡൺ പുൽക്കോട്ടിലെ വാശിയേറിയ ഫൈനൽ മത്സരം നേരിട്ട് കണ്ടതിന്റെ ആവേശം പങ്കുവച്ച് മലയാളത്തിന്റെ പ്രിയ താരം ഇന്ദ്രജിത്ത് സുകുമാരൻ. ഉദ്യോഗ നിമിഷങ്ങൾക്കൊടുവിൽ കാർലോസ് അൽകാരസിനെ മലർത്തിയടിച്ച് യാനിക് സിന്നർ തന്റെ കന്നിക്കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ ഗാലറിയിൽ ആർപ്പുവിളികളുമായി ഇന്ദ്രജിത്തും ഉണ്ടായിരുന്നു. എന്തൊരു ഗംഭീര അനുഭവം എന്നായിരുന്നു വിംബിൾഡൺ ഫൈനൽ മത്സരത്തിന് സാക്ഷിയാകുവാൻ ലഭിച്ച അവസരത്തെക്കുറിച്ച് ഇന്ദ്രജിത്ത് പറയുന്നത്. എന്തൊരു അവിശ്വസനീയമായ അനുഭവമായിരുന്നു ഇത്. ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ടിക്ക് കൂടി. എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചാമ്പ്യൻഷിപ്പ് കാണുവാൻ കഴിഞ്ഞത് വളരെ രസകരമായിരുന്നു. ഇന്ദ്രജിത്ത് സുകുമാരന്റെ വാക്കുകൾ. വിംബിൾഡൺ കോർട്ടിൽ നിന്നും പകർത്തിയ നിരവധി ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട്. പ്രണവിനൊപ്പമുള്ള മൊട്ട ആരാണെന്ന് ചോദിച്ചവരോട് മറുപടിയുമായി കല്യാണി പ്രിയദർശൻ. പ്രണവ് മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്ന കല്യാണി പ്രിയദർശൻ പങ്കുവച്ച ചിത്രം ശ്രദ്ധ നേടിയിരുന്നു. എന്റെ എക്കാലത്തെയും സുഹൃത്തിന് പിറന്നാൾ ആശംസകൾ എന്നാണ് ജാക്കി ഷെറോഫിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പ്രണവിന്റെയും തന്റെയും കുട്ടിക്കാലത്തെ ക്യൂട്ട് ചിത്രം പങ്കുവച്ചുകൊണ്ട് കല്യാണി കുറിച്ചത്. കല്യാണിയുടെ തല മൊട്ടയടിച്ചുള്ള ലുക്കായിരുന്നു ഫോട്ടോയിലെ മറ്റൊരു ആകർഷണം. ഇത് കല്യാണി തന്നെയാണോ എന്ന് സംശയം ചോദിച്ചു വന്നവരും നിരവധി. ഇപ്പോഴിത് ആരാധകരുടെ ചോദ്യത്തിന് മറുപടിയുമായി കല്യാണി തന്നെ നേരിട്ടെത്തി. കഴിഞ്ഞ പോസ്റ്റിൽ കണ്ട മൊട്ട ആരാണെന്ന് ചോദിച്ചവരോട് അത് ഞാൻ തന്നെയാണ്. തന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇൻസ്റ്റ സ്റ്റോറിയിൽ കല്യാണി പ്രിയദർശൻ കുറിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.